എൻ്റെ ചിന്തകളും വികാരങ്ങളുമെല്ലാം എഴുതി വയ്ക്കാമെന്നത് വലിയൊരു ആശ്വാസമാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നരകയാതനകളെ വരച്ചിടുന്ന പുസ്തകത്തിലെ വരികളാണിത്. നിരാലംബയും നിഷ്കളങ്കയുമായ ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പ്, ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. 1942 ജൂൺ 12 ആനിന്റെ പിറന്നാൾ ദിനം അച്ഛൻ സമ്മാനമായി നൽകിയതാണ് നീല പുറഞ്ചട്ടയുള്ള ചെറിയൊരു ഡയറി. ആൻ അതിന് കിറ്റി എന്ന് പേരിട്ടു. ജീവിതത്തിലെ സന്തോഷവും പ്രതീക്ഷകളും വേദനയും നിരാശയുമൊക്കെ ആൻ അതിൽ എഴുതി വെച്ചു. നാസിപ്പടയിൽ നിന്നും ഒളിച്ചു കഴിഞ്ഞിരുന്ന ആനും കുടുംബവും കടന്നുപോയ അവസ്ഥകൾ ഓരോന്നും ഡയറിക്കുറിപ്പിൽ ഇടം പിടിച്ചിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിലിരിക്കെ 15ാമത്തെ വയസ്സിൽ രോഗബാധിതയായാണ് ആൻ മരിക്കുന്നത്. മരണശേഷം കണ്ടെത്തിയ ആനിന്റെ ഡയറിയുടെ ആദ്യ കോപ്പി 1947 ജൂൺ 25 പുറത്തിറങ്ങിയത്. ആൻ എഴുതിയ ഡയറിക്കുറിപ്പുകൾ നാസി ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചരിത്രരേഖ കൂടിയാണ്. 70 ഭാഷകളിലേക്ക് ഡയറി വിവർത്തനം ചെയ്യപ്പെട്ടു. ചരിത്രത്തിന്റെ കൈപ്പേറിയ കഥകൾ ലോകം മുഴുവൻ വായിക്കപ്പെട്ടു.